ഞാനൊരു വീഡിയോ കാണിക്കാം. അത് കണ്ടിട്ട് പ്രേക്ഷകർ അഭിപ്രായം പറയണം. ശ്വാസം മുട്ടലുണ്ട്, വലത്തെ ചെവിക്ക് കംപ്ലൈന്റ് ഉണ്ട്, ഈ കഴുത്തിന്റെ ഇവിടെ ഒരു പ്രയാസമുണ്ട്, ഈ നെഞ്ചിന്റെ സൈഡിലായിട്ട് വല്ല കട്ടിയോ, ഈ കക്ഷവും ഈ സൈഡും ഇരിക്കുന്നുണ്ട് എവിടെ. അത് നെല്ലിക്കയുടെ വലിപ്പേ ഉള്ളായിരുന്നു, പക്ഷെ ഇപ്പൊ അത് വലുതായി വരുവാ. അത് മാത്രമല്ല, അതിന്റെ താഴെ ഈ ഇടയ്ക്ക് ഞെക്കി നോക്കിയപ്പോ എന്തോ ഒരു സാധനം ഉള്ള പോലെ തോന്നി. ഒരു നല്ല ആമീൻ പറഞ്ഞേ. ഈ ചേച്ചി ഒന്ന് ടോട്ടലി സൗഖ്യമാകാൻ പോവാണേ. നിങ്ങൾ ആമീൻ പറയാൻ ഞാൻ ഈ ചേച്ചി നോക്കുമ്പോ ചേച്ചിയുടെ യൂട്രസിന്റെ ഫംഗ്ഷൻ കാണാം. ചേച്ചി അടിവയറ്റിലും പ്രശ്നമുണ്ട്. ഇതൊരു പ്രശ്നമുള്ള കാര്യം പറയാം. നമുക്ക് ഇങ്ങനെ സെന്റർ വശത്ത് തൊടുമ്പോഴേ അവിടെ ഭയങ്കര വേദനയാണ്. ബാത്റൂമിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, യൂറിൻ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ ചേച്ചിയെ നോക്കിയപ്പോഴേ ഇവര് ബാത്റൂമിൽ പോയിരുന്നു മുക്കുന്നത് കാണാം, വേദനയും. അങ്ങനെയല്ലേ ചേച്ചി? അങ്ങനെയാ. എന്നാൽ ഇവരെ കർത്താവ് സൗഖ്യമാക്കുവാണേ. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എങ്കിലും ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ എങ്ങനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആദ്യം ശ്വാസമുട്ടൽ, പിന്നെ ചെവി, പിന്നെ മുതുക്, പിന്നെ കക്ഷം, പിന്നെ മാറിലെ മുഴ, പിന്നെ യൂട്രസ്, പിന്നെ അടിവയറ്, പിന്നെ അടിവയറിൻ്റെ നടുക്ക് ഭാഗം, ശേഷം ബാത്റൂമിൽ ഇരുന്ന് മുക്കുന്നത് എല്ലാം കാണുന്നു. ഒരു ഉളുപ്പും നാണവും ഇല്ലാത്ത ചെകുത്താനെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചെകുത്താനും ഒരു അന്തസ്സുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് അതുക്ക് മേലെയാണ്. ഈ പറയുന്നതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ സഹിക്കാം. പക്ഷേ ഈ നെഞ്ചത്ത് മുഴ അതെല്ലാ സ്ത്രീക്കും ഉള്ളതല്ലേ? ഇനി അങ്ങനെ ഇല്ലാത്തവർ, അത് ചിലപ്പോൾ വല്ല ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ രോഗം വന്ന് എടുത്തു കളഞ്ഞവരായിരിക്കും. അല്ലാതെ ഒരു സ്ത്രീക്ക് ആ മുഴകൾ കാണും ഇല്ലേ? കാണില്ലേ? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം. പിന്നെ യൂട്രസ്, അടിവയറിൻ്റെ നടുക്ക് ഭാഗം, എന്തൊക്കെയാണ് ഈ പച്ചയ്ക്ക് വിളിച്ചു പോകുന്നത്. കക്കൂസിലിരുന്ന് മുക്കുന്നത് വരെ ഈ എളിയ ദാസം കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ആരുടെയൊക്കെ കിടപ്പറ രഹസ്യങ്ങൾ കണ്ടു കാണും? നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ ചില ഞരമ്പന്മാരെയൊക്കെ കാണാം. അവരെ ഇയാളുടെ അടുത്തോട്ടൊന്ന് പറഞ്ഞു വിട്ടാൽ, അവരെ ഇതൊക്കെ ഒന്ന് കാണിച്ചാൽ ചോദിക്കുന്ന പണം തരും ചേട്ടാ, പിന്നെ ഈ പണിക്കൊന്നും പോകണ്ട, വെറുതെ ഇരുന്നാൽ മതി, ഇഷ്ടം പോലെ കസ്റ്റമറെ കിട്ടും. ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്ന ഞരമ്പന്മാർ ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട്. എൻ്റെ പൊന്നു ചങ്ങാതി, ഇയാളെ കണ്ടാൽ ആശുപത്രിക്കാർ രാജിക്കൊണ്ട് പോകത്തില്ലേ? അവരാരും ഇയാളെ ഇതുവരെ കണ്ടില്ലേ? അത്ഭുതം തോന്നുന്നു. അഞ്ജലിയിൽ തന്നെ ഇയാളുടെ വീടിനടുത്ത് എത്ര ആശുപത്രികളുണ്ട്. അവിടെ ഒരു കൺസൾട്ടൻ്റായി ഇരുന്നാൽ ലക്ഷങ്ങൾ വാരാം. നിങ്ങളെപ്പോലെ പാവങ്ങളുടെ വിയർപ്പ് ഇരന്ന് തിന്നുന്നവന്മാരെ എത്ര തുറന്നു കാണിച്ചാലും ആളുകൾ വിശ്വസിക്കില്ല. വീണ്ടും വീണ്ടും ഇവന്മാരുടെ അടുത്തേക്ക് തന്നെ ചെല്ലും, കയ്യിലുള്ളതെല്ലാം ഇവന്മാർക്ക് കൊടുക്കുകയും ചെയ്യും. അതെങ്ങനെ? ആ പാവത്തുങ്ങളെ പേടിപ്പിച്ചിട്ടിരിക്കുകയല്ലേ. കൊടുത്തില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും. എൻ്റെ പൊന്നു ചങ്ങാതി ജോൺ ദാരുവേ, താങ്കൾ ഇത്ര വലിയ രോഗശാന്തി ശുശ്രൂഷകനാണെങ്കിൽ ആ ക്യാൻസർ സെൻ്ററിൽ ചെന്ന് ഒരാളെയെങ്കിലും ഒന്ന് സുഖപ്പെടുത്തുക, എന്നിട്ട് അവരെ കൊണ്ട് സാക്ഷ്യം പറയിക്കുക. അല്ലെങ്കിൽ താങ്കൾ ഈ കാണിച്ച സ്ത്രീയെ ഒന്ന് നേരിൽ കാണിച്ചു തരാമോ? അവരോട് ഞാനൊന്ന് ചോദിക്കാമായിരുന്നു, ഈ അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്ന്. എങ്കിലേ ഞാൻ വിശ്വസിക്കും. എനിക്കങ്ങനെ ചില സമയത്തൊക്കെ ഞാൻ തോമാസ് ലീഗയെ നേരിട്ട് കണ്ടെങ്കിലേ വിശ്വാസം വരും. ഞാൻ താങ്കളെ വെല്ലുവിളിക്കാനൊന്നും തയ്യാറല്ല. പക്ഷെ നേരിൽ കാണിച്ചു തന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാം. കാണിച്ചു തരണം. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കാണുകയും ഒരു വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ പിന്നെ പറയാം. ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതുപോലെയുള്ള എംബോക്കികളെ, കള്ള നാണയങ്ങളെ ജനം തിരിച്ചറിയണം.